ലോക പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തൻബർഗ് അടക്കം 12 പേർ ഗസയിലേക്ക് സഞ്ചരിച്ചിരുന്ന ബോട്ട് നടുക്കടലിൽ ഇസ്രായേൽ സേന തടഞ്ഞുവെന്ന വാർത്ത വരുന്നു. ഗസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ വിദേശ വാർത്തയെ അപഗ്രഥിക്കാൻ പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസ്, ലോകം അറിയുന്ന ഗ്രറ്റ തുൻബർഗിനെ തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തല്ലേ? ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന എസ്കേൻ. എന്തായാലും ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ഗ്രറ്റ തുൻബർഗ് കഴിഞ്ഞ തവണ നൊബേൽ സമ്മാനത്തിനുള്ളതിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. വളരെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരുപക്ഷെ മലാലയ്ക്ക്, പാകിസ്ഥാൻകാരി യൂസുഫ് മലാലയ്ക്ക് മറ്റേ നൊബേൽ സമ്മാനം കിട്ടിയതിന് പിറകെ ഗ്രറ്റ തുൻബർഗിനും അത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്വീഡിഷുകാരിയാണ്, പരിസ്ഥിതി പ്രവർത്തകയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു യുവ പരിസ്ഥിതി പ്രവർത്തകയാണ് അവർ. അപ്പോൾ അവർ അടക്കം 12 പേര്, അതിലൊരാൾ റിമ ഹസൻ എന്ന് പറയുന്നത് യൂറോപ്യൻ പാർലമെൻറ്റിൽ ഫ്രാൻസിൻ്റെ പ്രതിനിധി കൂടിയാണ്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഒരു ബ്രിട്ടീഷ് ഫ്ലാഗുള്ള ഒരു യാറ്റിൽ, ഒരു വലിയ യന്ത്ര ബോട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഗസയെ ലക്ഷ്യമാക്കിയാണ് വന്നത്. പക്ഷെ അവർ വന്നാൽ അവരെ ഞങ്ങൾ തടയും എന്ന് നേരത്തെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ സേനയുടെ ബോട്ടുകൾ മുഴുവൻ നടുക്കടലിൽ വെച്ച് വളഞ്ഞു. അതിലേക്ക് അവർ ഇരച്ചു കയറി. അവരോട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തടഞ്ഞ് വഴി തിരിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അവരിങ്ങോട്ട് എത്തുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു നാവൽ ബ്ലോക്കേഡ് ഉണ്ട്. കാരണം ഈ നാവികസേന ഒരു പ്രതിരോധം സൃഷ്ടിച്ച് ഗസയിലേക്ക് ബോട്ടുകളോ കപ്പലുകളോ വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. വല്ലാത്ത കഷ്ടമാണ് എസ്കേൻ. കാരണം ആൾക്കാർ അവിടെ ദിനം പ്രതി പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗതികേടെന്ന് പറയുന്നത് നമ്മൾ ഈ ഭക്ഷണ കേന്ദ്രത്തിൽ ഈ ഭക്ഷണം തേടി വരുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു എന്നാണ്. അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അവിടെ 10-30 പേര് വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി നിന്നവർ അവർ വെടിയേറ്റ് മരിച്ചു. അവർ ഇസ്രായേലി സേനയും അതുപോലെ തന്നെ അവിടുത്തെ പുതിയ അമേരിക്കൻ കരാറുകാരുമാണ് വെടിവെച്ചത്. 5ാം തവണയാണ് ഭക്ഷ്യകേന്ദ്രങ്ങൾക്ക് നേരെ വെടിവെക്കുന്നത്. പലസ്തീനികൾ അവിടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരടക്കം ഈ ഗസയിലെങ്ങും 100ഓളം പലസ്തീനികൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ്. ഒരു തരത്തിൽ ആര് പറയുന്നതും കേൾക്കാൻ തയ്യാറാവുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ബ്രിട്ടൻ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു കഴിഞ്ഞു പാലസ്തീനെ വേറൊരു രാഷ്ട്രമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനെ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. ബ്രിട്ടനാണെങ്കിൽ അവിടെ പാർലമെൻറ്റ് ഒന്നടങ്കം ഇസ്രായേലിനോട് മാറാൻ പറഞ്ഞെന്ന് മാത്രമല്ല, ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തെ തടയുകയും മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവരൊക്കെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. അവരെല്ലാം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ആകെ ഇവിടെ വന്നപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ രക്ഷാസമിതിയിൽ വോട്ടിന് വന്നപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്തുകൊണ്ട് മാത്രമാണ് പ്രമേയം പാസ്സാവാതെ പോയത്. എന്തായാലും പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായിട്ട് തുടരുകയാണ്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ 54,000 കവിഞ്ഞു. അപ്പുറത്ത് 1200 പേരെ ഒക്ടോബർ 7, 2023 ഇസ്രായേലിൽ കയറി ഹമാസ് വെടിവെച്ച് കൊന്നതിനെ തുടർന്നാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അതിനിടയിൽ എസ്കേൻ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി. അത് വലിയ ചർച്ചയാണ് ഇപ്പോൾ. ഞങ്ങൾ ഹമാസിനെ തകർക്കാൻ ഹമാസിൻ്റെ എതിരാളികളായിട്ടുള്ള പോപ്പുലർ ഫോഴ്സസ് അടക്കമുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്, അവരെ കൂടെ നിർത്തുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. വലിയ ഇതാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം. അപ്പോൾ ഗസയിൽ തന്നെ പരസ്പരം അടുപ്പിച്ച് മനുഷ്യരെ കൊല്ലുക എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഇസ്രായേലിലേക്ക് ഹൂതികളുടെയും അതുപോലെ തന്നെ മറ്റു സംഘടനകളുടെയും ബാലിസ്റ്റിക് മിസൈലുകൾ ചെല്ലുന്നുണ്ട്. പക്ഷേ അത് അവർ അയൺ ഡോം വെച്ച് തടയുന്നു. പുതിയൊരു സംഭവവാസം കൂടിയുള്ളത് ലെബനനിൽ കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ് 2-3 ദിവസമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന. ഇനിയും ആക്രമണം നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. എസ്കേൻ. പി ജെയിംസ്, ഇപ്പോൾ യുക്രൈൻ സേന മോസ്കോയിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. 10 ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടെന്ന് അവരുടെ അവകാശവാദമുണ്ട്. മാത്രമല്ല റഷ്യയുടെ അത്യാധുനിക യുദ്ധ വിമാനം സുഖോയ് 35 അവർ യുക്രൈൻ വെടിവെച്ച് തകർത്തു എന്ന വാർത്ത കൂടി വരുന്നു. എന്തായാലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം കുറച്ചുകൂടി കടുക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും എസ്കേൻ, ഈ യുദ്ധം ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കടുക്കുകയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ട്രംപിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ട്രംപ് പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് റഷ്യ, പുട്ടിനൊക്കെ അതിനൊരു പുല്ലുവില ആണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുട്ടിനെ ഭയങ്കരമായിട്ട് അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ പേൾ ഹാർബറിലൊക്കെ നടന്ന പോലെ അവിടെ സൈബീരിയയുടെ 4 എയർഫോഴ്സ് വിമാനത്താവളങ്ങളിലേക്ക് ഡ്രോണുകൾ ഒളിച്ചു കടത്തി അതിൻ്റെ അടുത്ത് നിന്ന് അവർ ഫയർ ചെയ്തു. ഒരേ സമയം
അതും ഉക്രൈനിൽ ഇരുന്നു കൊണ്ട് അവിടെ 40 ബോംബർ വിമാനങ്ങൾ തകർന്നു. അതിന് തിരിച്ചടിയായി 400 ഡ്രോണുകളടക്കം തിരിച്ചടിച്ചു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവരുടെ ക്രെംലിനിൽ ഇരുമ്പുമറയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പുട്ടിൻ്റെ പഴയകാലം മുതൽ റഷ്യയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ഡ്രോണുകളുമായി ഉക്രൈൻ സേന ആക്രമണം നടത്തി. അവിടെ 10 ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. പക്ഷേ മോസ്കോയിൽ പലയിടത്തും തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. എന്നാലും റഷ്യ എന്ന മൈറ്റി എംപയർ വല്ലാതെ നാണം കെടുകയാണ് പുട്ടിനും. പ്രത്യേകിച്ച് SKN അറിയുന്ന പോലെ അമേരിക്ക വിയറ്റ്നാമിൽ പോയി നാണം കെട്ടതുപോലുള്ള അവസ്ഥയാണ് റഷ്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യ ഇപ്പോൾ ഉന്നയിക്കുന്ന അവകാശവാദം സെൻട്രൽ മധ്യ ഉക്രൈനിലെ ചില പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ അത് നിഷേധിക്കുന്നു. എന്തായാലും ഉക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. SKN. താങ്ക് യു VP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.